ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. രാജ്യത്തെ പൗരന്മാരുടെ പ്രയോജനത്തിനായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും വികസിത് ഭാരത് എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനും ഇന്ത്യ ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ ഏജൻസികൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ സജീവ പങ്കാളിത്തത്തോടെ ഒരു സമ്പൂർണ്ണ സർക്കാർ സമീപനം സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയായ കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇടുക്കി ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഞാൻ കരുണാപുരത്ത് അടുത്ത് താമസിക്കുന്ന ഒരാളാണ്. ഞാനൊരു കൃഷിക്കാരൻ എന്നുള്ള PM-EGPയുടെ ഒരു ഗുണഭോക്താവ് കൂടിയാണ്. വികസിത സങ്കല്പ യാത്ര ഇതുവഴി കടന്നു പോകുമ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ കൃഷിക്കാരൻ എന്നുള്ളതിൽ എൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആലോചന നടത്തുന്ന ഭാഗമായിട്ട് ബാങ്കിനെ സമീപിക്കുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സമീപിച്ചപ്പോൾ ആ ബാങ്കിലെ മാനേജർ വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിന് നല്ല വലിയ രീതിയിൽ സബ്സിഡി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് എന്നോട് പറയുകയും അങ്ങനെ ഞാൻ വ്യവസായ വികസന വകുപ്പിനെ സമീപിക്കുകയും വളരെ ക്രിയാത്മകമായിട്ട് അവിടെ നിന്ന് ഓഫീസർ അദ്ദേഹം തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കുകയും തുടർന്ന് എനിക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ബാങ്ക് വ്യവസായ വികസന വകുപ്പും കൂടെ ചേർന്നിട്ട് എനിക്ക് നല്ലൊരു തുക സബ്സിഡി ആയിട്ട് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ ലോണിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി അടയ്ക്കാനും പിന്നെ ആ ഇൻഡസ്ട്രിയെ കുറെ വിജയിപ്പിക്കാനും കഴിയുന്നത് നമ്മുടെ ഒരു പുതിയ തലമുറയ്ക്ക് വളരെ ആശ്വാസകരവും പ്രതീക്ഷയുമാകുന്നതാണ് ഈ PM-EGP പോലുള്ള പദ്ധതികൾ. അതിനെ വളരെ മനസ്സാൽ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ശാന്തൻപാറയ്ക്കടുത്ത് പുത്തടിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ബെന്നി ചെറിയാൻ മോളേലിന്റെ കാർഷികാനുഭവങ്ങളാണ് ഇന്ന് കിസാൻ വാണിയിൽ. ശാന്തൻപാറ പഞ്ചായത്തിലെ പുത്തടി പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെടുന്ന കർഷകനായ ശ്രീ ബെന്നി ചെറിയാൻ മോളേലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം കുരുമുളക്, ഏലം, നെല്ല്, തേനീച്ച കൃഷി, കാലി വളർത്തൽ എല്ലാം ചെയ്യുന്ന ഒരു കർഷകനാണ്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടൻ. നമസ്കാരം. ചേട്ടന് ഈ കാർഷിക പ്രവർത്തനങ്ങളെ ആരംഭിച്ചിട്ട് എത്ര വർഷങ്ങളായി? ഞാനിപ്പോ ഒരു 15 വർഷമായിട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സമ്മിശ്ര രീതിയിലുള്ള കൃഷികളാണ് ഇപ്പൊ ചെയ്തു വരുന്നത്. ഏലം, കുരുമുളക്, നെൽകൃഷി, കാലി വളർത്തല്, തേനീച്ച കൃഷി എല്ലാം സമ്മിശ്രമായിട്ടാണ് ചെയ്തു വരുന്നത്. ഇതിൽ ഈ നെൽകൃഷി ചെയ്യുന്നുണ്ടല്ലോ, അത് എത്ര സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ നെൽകൃഷി ഒരു 70 സെന്റ് സ്ഥലത്താണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പരമാവധി ഓർഗാനിക് രീതിയിലാണ് നെൽകൃഷി ചെയ്തു വരുന്നത്. ഇപ്പം കീടനാശിനികൾ ഉപയോഗിക്കാറില്ല. ഈ പ്രാവശ്യമൊക്കെ ചെയ്തിരിക്കുന്നത് കീടനാശിനികൾ ഉപയോഗിക്കും. സമീപ പ്രദേശങ്ങളിലെല്ലാം ഇപ്പൊ ഈ ഞാറ് നട്ടതിന് ശേഷം ഇതിൽ കള വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം കളനാശിനി എന്ന് പറഞ്ഞൊരു സാധനം കണ്ടത്തിൽ വിതറുക. പക്ഷെ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ആളുകൾക്ക് അറിവുണ്ടെങ്കിൽ പോലും അവരത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് സമീപത്ത് എൻ്റെ ചേർന്ന് കിടക്കുന്ന പാടങ്ങളിലെല്ലാം ഇതെല്ലാം അവർ ഉപയോഗിക്കും. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല? ഈ ആളുകളെ വെച്ച് കള പറിക്കുമ്പോൾ ഒത്തിരി ചെലവ് വരുന്നില്ല. എത്ര ചെലവ് വന്നാലും ഞാൻ ആ കീടനാശിനികൾ ഉപയോഗിക്കാറേ ഇല്ല. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ഫുള്ളി ഓർഗാനിക്കാണ്. ഒരു കീടനാശിനിയും തളിച്ചിട്ടില്ല, ഒരു വളവും ചെയ്യാറില്ല. അപ്പൊ ഈ പറഞ്ഞ ഈ കളനാശിനി എന്ന് പറഞ്ഞാൽ അത് ചെടികൾക്ക് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു സാധനം. അപ്പൊ ആ സാധനം ഞാൻ പലപ്പോഴും ഇവരോടൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവരെല്ലാം അന്നേരത്തെ ലാഭം നോക്കിക്കൊണ്ട് ആളുകൾക്ക് കൊടുക്കുന്ന കൂലി അത് കൂടുതലാണെന്നുള്ള രീതിയിൽ ഈ താൽക്കാലിക ലാഭത്തിന് വേണ്ടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്ന നെൽകൃഷിയെല്ലാം ഫുള്ളി ഓർഗാനിക്കാണ്. അപ്പൊ അങ്ങനെ നമുക്ക് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലും കൂടി പ്രകൃതിയെ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതി അവലംബിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതെന്തായാലും വളരെ ഒരു പ്രോത്സാഹജനകമായ, എല്ലാവരും അനുവർത്തിക്കേണ്ട ഒരു കൃഷിരീതിയാണ് ചേട്ടൻ പിന്തുടരുന്നത്. ഇനി നെൽകൃഷി ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ഞാറ് നടുകയാണോ അതോ വിതയാണോ ചെയ്യാറുള്ളത്? നമ്മൾ ഞാറ് നടുകയാണ് ചെയ്യുന്നത്. വിത്ത് പാകിയിട്ട് ഞാറ് നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രില്ലറുണ്ട്. അപ്പോൾ പാടം ട്രില്ലർ ഉപയോഗിച്ച് ഒരുക്കിയതിന് ശേഷം ഞാറ് നടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഞാറ് നടുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലും ചാണകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിതറി കൊടുക്കാറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ എക്കൽ കയറുന്നോട് ഇപ്പോൾ തോടിനോട് ചേർന്നായതുകൊണ്ട്
1-2 പ്രാവശ്യമൊക്കെ എക്കൽ കയറുന്നുണ്ട്, ആവശ്യത്തിന് വളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ വളങ്ങളൊന്നും ചേർക്കാറില്ല. ഏതിനം നെൽവിത്തുകളാണ് ഉപയോഗിക്കുന്നത്? പാലക്കാടൻ മട്ട ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ മലബാർ എന്നും പറഞ്ഞൊരു വെറൈറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ബസ്മതി റൈസിൻ്റെ ഒരു കൃഷിയും കൂടെ ചെയ്തിരുന്നു. അത് ഞാൻ ഓൺലൈനിൽ ഇതിൻ്റെ വിത്ത് ഓർഡർ ചെയ്ത് വരുത്തി അത് ചെയ്ത് മെച്ചമായിരുന്നു, നല്ല അരിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വീട്ടിൽ അതാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ 70 സെൻറ്റ് സ്ഥലത്ത് നിന്ന് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനുള്ള അരി നമുക്ക് ഇപ്പോൾ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ പുറമേ നിന്ന് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം മഴയൊക്കെ വന്നു ഇപ്പോൾ നെല്ല് പുഴുങ്ങി ഉണങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഒരു 10 കിലോ അരി പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ ആ അരി നമ്മൾ മേടിച്ച് ഇവിടെ പാചകം ചെയ്തിട്ട് എല്ലാവർക്കും കഴിക്കാനൊരു മടിയാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓർഗാനിക്കാണ്, അതൊരു ഇതും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ ബസ്മതി റൈസിൻ്റെ ഈ പ്രാവശ്യം ഞാൻ ചെയ്യാനായിട്ട് വിത്ത് പായിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊരു പുതിയൊരു അനുഭവം. ഈ ബസ്മതി റൈസ് നമ്മൾ കൃഷി ചെയ്ത് കഴിയുമ്പോൾ എത്ര കിലോയുടെ വിത്താണ് കൃഷി ചെയ്തത്? ഞാൻ 1 കിലോയുടെ വിത്ത് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. 1 കിലോയുടെ വിത്ത് നമുക്കൊരു 2 കണ്ട എനിക്കുള്ളത്. അതിനകത്തൊരു 35 സെൻറ്റ് അത്രയും സ്ഥലത്ത് ചെയ്യാനുള്ള വിത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് എത്ര മാത്രം വിളവ് കിട്ടി? അത് വിളവ് തീരെ മോശം, അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും നോക്കിയില്ല. എന്നാലും വിളവ് മോശമില്ലായിരുന്നു, നല്ല വിളവായിരുന്നു. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയത്. ഇതുപോലെ ബസ്മതി റൈസ് കൃഷി ചെയ്യുന്നത് മൈസമാലി ഭാഗത്തൊരു കർഷകൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെയും ബസ്മതി റൈസ് വിളയുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഈ നെൽകൃഷി നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നെൽകൃഷിയിൽ ഇപ്പം എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ഈ കളനാശിനി ഒരു കാരണവശാലും പാടത്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഞാൻ പരമാവധി കീടനാശിനി ഇപ്രാവശ്യം ചെയ്തിട്ടേ ഇല്ല, കീടനാശിനി ഉപയോഗിച്ചല്ല. ചിലപ്പം ഇപ്പം ഈ പുഴുവിൻ്റെ ശല്യങ്ങൾ കൂടുതൽ വരുമ്പം ഡോസ് കുറഞ്ഞ എക്കാലക്സ് ഒക്കെ വളരെ ഡോസ് കുറഞ്ഞ ഒരു സ്പ്രേ ഒരു പ്രാവശ്യം കൊടുത്താലായി. ഈ പ്രാവശ്യം അതും ചെയ്തിട്ടില്ല. അപ്പോൾ പരമാവധി നമ്മൾ സ്വന്തം ഉപയോഗിക്കുന്ന, ഇതൊന്നും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നതല്ല, നമ്മുടെ സ്വന്തം ഉപയോഗിക്കുന്ന കൃഷിക്ക് പരമാവധി ഇത് കീടനാശിനികൾ ഉപയോഗിക്കാതെ നമുക്ക് ഓർഗാനിക്കായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഒരു അഡ്വൈസാണ് എനിക്ക് കൊടുക്കാനുള്ളത്. ഇനി ഈ നെൽകൃഷി 2 കൃഷി ചെയ്യുന്നുണ്ടല്ലേ? 2 കൃഷി ചെയ്യും. ഈ 2 കൃഷിക്ക് ഒരു വിത്ത് തന്നെയാണോ ചെയ്യുന്നത്? മാറി മാറിയാണോ? മാറി ചെയ്യും. പാലക്കാടൻ മട്ട ചെയ്യും, പിന്നെ മലബാറിന്റെ ഇതും കൂടെ ചെയ്യും. ഇപ്പൊ ഈ പ്രാവശ്യം ഇനി ചെയ്യാൻ പോകുന്ന ഞാനിപ്പോ ഒരു കണ്ടത്തില് ഈ ബസ്മതി ചെയ്യുന്നത്. ഇനി കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ ഏലം കൃഷി ചെയ്യുന്നുണ്ടല്ലോ. ഈ കുരുമുളകും ഏലവും ഇടകലർത്തിയാണോ കൃഷി ചെയ്തിരിക്കുന്നത്? നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കുരുമുളക് നന്നായിട്ട് ഉണ്ടായിരുന്നുണ്ട്. കിൻഡൽ കണക്കിന് കുരുമുളക് ഒക്കെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ വളരെ കുറഞ്ഞു പോയി വിളവെടുപ്പ്. കാരണം വെച്ചാൽ കുരുമുളകിന് ഒത്തിരി രോഗങ്ങൾ വന്നിട്ടുണ്ട്. പഴയ പോലെയുള്ള വിളവെടുപ്പ് ഇത് പിടിക്കുന്നില്ല. പിന്നെ ഈ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഏലം വന്നതിന് ശേഷം കുരുമുളകിന് ഒത്തിരി വിളവ് കുറഞ്ഞു പോയി. അപ്പോൾ സംരക്ഷണം അങ്ങനെ മാറി. ഇപ്പോൾ ഏലത്തിൻ്റെ ഫോക്കസ് മൊത്തം ഏലത്തിലോട്ട് ആയതുകൊണ്ട് കുരുമുളകിന് ഇച്ചിരി ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പഴയ പോലെയുള്ള വിളവും അതിനകത്ത് ഉൽപ്പാദനവും കുറവാണ്. കുരുമുളക് രോഗങ്ങൾ കൂടി ഇപ്പോൾ തന്നെയാണെങ്കിൽ ഒത്തിരി കൊഴിഞ്ഞു പോക്കുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുരുമുളകിനെ സംബന്ധിച്ചുണ്ട്. ചെറുപ്പകാലങ്ങളിലൊക്കെ ഇവിടെ പ്രധാനമായിട്ടുണ്ടായിരുന്ന കൃഷികൾ എന്തൊക്കെയായിരുന്നു? ചെറുപ്പം എൻ്റെ ഓർമ്മയിലൊക്കെ ഏലം കൃഷി തന്നെയാണ്. ഏലം കൃഷിയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്ന കൃഷി. കുരുമുളകൊക്കെ അന്നും കുറവായിരുന്നു, കുറേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എസ്റ്റേറ്റ് തോട്ടം മേഖലകളായിരുന്നു കൂടുതലും. ഏലം തന്നെയായിരുന്നു മെയിനായിട്ട്. ഈ കപ്പ അതുപോലെയുള്ള കൃഷികളൊക്കെ അന്നൊക്കെ ഇല്ലായിരുന്നു? കപ്പ, ഇഞ്ചി മെയിനായിട്ടുണ്ടായിരുന്ന ഒരു കൃഷിയായിരുന്നു പണ്ടൊക്കെ ഇവിടെ. പപ്പയും മമ്മിയൊക്കെ വന്ന കാലഘട്ടത്തൊക്കെ പുൽത്തൈലത്തിൻ്റെ കൃഷിയൊക്കെ ആയിരുന്നല്ലോ. അതിനുശേഷം കപ്പയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഏലമൊക്കെ വന്നത്. ഈ നെൽകൃഷി മുമ്പൊക്കെ ഇതിലും ഒരുപാട് കൂടുതലില്ലായിരുന്നു? ഉണ്ടായിരുന്നു. ഒത്തിരി നെൽകൃഷികൾ ഇപ്പോൾ ചാന്നമ്പാറ പഞ്ചായത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ മാത്രമേ നെൽകൃഷി ചെയ്യുന്നുള്ളൂ. പണ്ടൊക്കെ മൊത്തം കണ്ടമായിരുന്നു. കണ്ടമൊക്കെ പലരും കൃഷി നഷ്ടമാണെന്നുള്ള രീതിയിൽ കണ്ടമൊക്കെ നികത്തി ഏലം കൃഷിയായി മറ്റ് കൃഷികളിലോട്ടൊക്കെ മാറ്റി ഒത്തിരി പാടങ്ങൾ കുറഞ്ഞു പോയി. ഇപ്പം നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നെൽകൃഷി എന്ന് പറയുന്ന ഒരു നഷ്ടമില്ല. എന്നെ സംബന്ധിച്ച് ലാഭമെന്നേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് നല്ല ചോറുണ്ണാം, നല്ല കഞ്ഞിവെള്ളം കുടിക്കാം, അതുപോലെ എൻ്റെ കച്ചിയാണേലും കന്നുകാലികൾക്ക് കൊടുക്കാം. പരമാവധി ഞാൻ ഓർഗാനിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ആ രീതിയിലേ ചെയ്യത്തുള്ളൂ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഇപ്പോൾ ഏലത്തിനാണെങ്കിലും മരുന്നടിക്കുകയാണെങ്കിൽ ഇപ്പോൾ പരമാവധി ഡോസ് കുറച്ച് അല്ലെങ്കിൽ വിഷാംശത്തിൻ്റെ റെസിഡ്യൂ കുറഞ്ഞ രീതിയിലുള്ള മരുന്നുകളൊക്കെ സെലക്ട് ചെയ്തൊക്കെ അടിക്കാറുള്ളൂ. ഇപ്പോൾ തന്നെയല്ല, ഇപ്പം കർഷകരെ സംബന്ധിച്ച് ഇപ്പോൾ പൊതുവേ ഉള്ളൊരു പ്രവണത എന്ന് പറഞ്ഞാൽ 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കൂടുമ്പോൾ ഇവർ സ്പ്രേ ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഏലത്തിനെ സംബന്ധിച്ച് 45 ദിവസം കൂടുമ്പോൾ വിളവെടുപ്പിൻ്റെ സമയമുണ്ട്. ഇപ്പോൾ വിളവെടുപ്പിൻ്റെ സമയം നോക്കാതെ തന്നെ സ്പ്രേ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ച വിളവെടുപ്പാണെങ്കിൽ ഈ ആഴ്ച സ്പ്രേ ചെയ്യുന്ന സിസ്റ്റം കൂടെ ഉണ്ട്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടിലോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഇപ്പോൾ ഈ വിദേശത്തേക്കൊക്കെ കയറ്റുമതി ചെയ്യുമ്പോൾ റെസിഡ്യൂ വരുന്നു, വിഷാംശമൊക്കെ വരുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് വരുന്നതാണ്. അപ്പം അതൊന്നും കർഷകർ ശ്രദ്ധിക്കുന്നില്ല. അതിനൊക്കെ ഒരു മാറ്റം വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏലം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും എത്ര ദിവസം കൂടുമ്പോഴാണ് മരുന്ന് തളിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ 30 ദിവസം കൂടുമ്പോൾ തളിച്ചാൽ മതി എന്നാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പഴയ പോലെ ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റിക്ക് വന്നതിന് ശേഷം അതിന് പ്രതിരോധ ശേഷി കുറഞ്ഞുകൊണ്ട് മരുന്നടിയുടെ അടിക്കുന്ന കാലയളവ് ഇപ്പോൾ കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട്. മരുന്നടി 30 ദിവസം കൂടുമ്പോൾ ഏകദേശം തളിച്ചു കൊടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ തണൽ ക്രമീകരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഏലം കൃഷിയെ സംബന്ധിച്ച് ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റിക്ക് വന്നതോടുകൂടി ഒരു 35% ഷെയ്ഡ് മതി നമുക്ക്. ശരിക്കും പറഞ്ഞാൽ 35% ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഏലം നിർത്താം. പിന്നെ വേനൽക്കാലത്ത് വെള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് നനച്ചു കൊടുക്കാം. ചേട്ടൻ ഈ മണ്ണ് പരിശോധന നടത്തിയിട്ടുണ്ടോ? മണ്ണ് പരിശോധന നടത്താൻ കൃഷിഭവനിൽ നിന്ന് മണ്ണ് പരിശോധന നടത്തി അതിനകത്ത് പരിശോധനയുടെ റിസൾട്ടൊക്കെ തന്നതനുസരിച്ചുള്ള വളക്രമീകരണങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശമൊക്കെ തന്നിട്ടുണ്ട്. ഈ ഏലം ഏതിനും ഏലമാണ് കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത്? നെല്ലാണിയാണ് കൂടുതലും കൃഷി. നെല്ലാണിയാണ് കൂടുതൽ ചെയ്തേക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഏലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദായം ലഭിച്ചു തുടങ്ങും? നമുക്ക് 1.5 വർഷം 18 മാസം കഴിയുമ്പോൾ കായ്ക്കാൻ തുടങ്ങും. 2 വർഷം കൊണ്ട് ആദായത്തിലോട്ട് എത്തുന്നുണ്ട്. നെല്ലാടി നമ്മൾ ഒരു തവണ ഈ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര വർഷം വരെ പഴക്കമുള്ള ഏലച്ചെടികൾ ചേട്ടന് പറമ്പിലുണ്ട്? ഇപ്പം നിലവിൽ 15 വർഷമൊക്കെ ആയ ചെടികൾ നിപ്പുണ്ട്. 15 വർഷമൊക്കെ കാലാവധിയുള്ള ചെടികൾ നിപ്പുണ്ട്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ല, കായുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ പോകുന്നു. ചില ആളുകൾ ഇങ്ങനെ പറയും 7-8 വർഷം കഴിയുമ്പോൾ റീപ്ലാന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിന് ഉൽപാദനം കുറഞ്ഞു പോകുമെന്നൊക്കെ. അങ്ങനെ ഒരു സംഭവം ശരിക്കും ഉള്ളതാണോ? ഇല്ല, അതിപ്പോൾ പണിയുടെ ഇതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഈ പണി നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏലം കൃഷിയെ സംബന്ധിച്ച് ഉൽപാദനം കൂടത്തേയുള്ളൂ. അതിനകത്ത് പണിയുടെ കുറവ് കൊണ്ടും വെള്ളത്തിന്റെ കുറവ് കൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കാറ്. അതായത് ഇപ്പം നമ്മൾ ഒരു ഏലം ഒരു വർഷം അതിന്റെ ആദായം ഒരു ചിമ്പിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് പുതിയ ചിമ്പ് വേറെ ഉണ്ടാവുകയും വീണ്ടും ആദായം ലഭിക്കുകയല്ലേ സാധാരണ ചെയ്യാറുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഏലത്തിന് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പിന്നെ റീപ്ലാന്റിന്റെ ഒരു ഇത് വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഈ കുരുമുളക് ഏതെല്ലാം ഇനങ്ങളാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത്? മുളക് കരിമുണ്ട, പിന്നെ ചെങ്ങന്നൂര്, പന്നിയൂർ, പെണ്ണ്, അങ്ങനെയൊക്കെ ഉള്ള വെറൈറ്റികളാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. നമ്മൾ ഈ കുരുമുളക് ഇതിന്റെ ഇടവിളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുരുമുളകിന് എന്തെങ്കിലും വളപ്രയോഗമോ അല്ലെങ്കിൽ മരുന്ന് കളിക്കലോ എല്ലാം ചെയ്യേണ്ടി വരാറുണ്ടോ? ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്യാറില്ല. അതും ഈ പറഞ്ഞ പോലെ ഓർഗാനിക് ആയിട്ട് തന്നെ എടുക്കുക. ഏലത്തിന്റെ ഇടയ്ക്കാണെങ്കിൽ പോലും മരുന്ന് അങ്ങനെ തളിക്കാറില്ല. പ്രത്യേകിച്ച് വളമൊന്നും കുരുമുളകിനുമായിട്ട് പ്രത്യേകിച്ച് ചെയ്യാറില്ല. നമ്മളിങ്ങനെ പലയിടത്തും ചെല്ലുമ്പോൾ പല മേഖലകളിലും കർഷകർ ഇങ്ങനെ ഓർഗാനിക്കായിട്ട് മരുന്ന് പരമാവധി കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് വളരെ ജൈവമായ രീതിയിൽ തന്നെ കൃഷികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്കൊന്നും അതിൻ്റെതായ ഒരു വില ലഭിക്കുകയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായ ഒരു പരിഗണന ലഭിക്കുകയോ ചെയ്യാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്? അതിനിപ്പോൾ നമ്മുടെ സിസ്റ്റം തന്നെ മാറേണ്ട അവസ്ഥയായിരിക്കും. ഇപ്പോൾ ഈ ഏലം കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏലത്തിന്റെ വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏലം കൃഷിക്ക് മാത്രമുള്ളൊരു ദോഷവശം എന്ന് പറഞ്ഞാൽ ഈ സാമ്പിൾ സിസ്റ്റം. അതായത് കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഏലക്കായ ഒരു 1000 കിലോ ഏലക്ക നമ്മളവിടെ കൊണ്ട് കൊടുക്കും. 1% ഏലക്ക സാമ്പിളായിട്ട് പോവുകയാണ്. അതേ സംബന്ധിച്ച് അതിനകത്തൊക്കെ ഒറ്റൊരു മാറ്റം ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നം ഈ ഏലത്തിന് മാത്രം അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. മറ്റൊരു ഉൽപ്പന്നത്തിന് അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ വിൽക്കാനായിട്ട് കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 1% ഏലക്ക അവർ തട്ടിയെടുക്കുന്ന ഒരു സിസ്റ്റം അത്.
അപ്പം ആ സിസ്റ്റം മാറാൻ വേണ്ടിയിട്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് അത് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണം. മറ്റൊരു കൃഷിക്കും അങ്ങനെ ഒരു സംഭവമില്ല. അപ്പം അതിനകത്തൊക്കെ ഒത്തിരി മാറ്റം വരേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സ്പൈസസ് പാർക്കൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുപോയി ഓപ്ഷനിൽ പതിക്കുന്ന കായ്ക്ക് 1 മാസം കഴിഞ്ഞേ അവർ പേയ്മെൻറ്റ് തരത്തുള്ളൂ. അപ്പോൾ ഇത് തരുന്നതിന് പലിശ, അതിന് മുന്നേ തരുന്നതിന് പലിശ മേടിക്കുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ സ്പൈസസ് പാർക്ക് ഇടപെട്ട് നടപ്പിലാക്കിയെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു സംഭവം ഏലത്തിന് മാത്രമേ അങ്ങനെ ഒരു സംഭവമുള്ളൂ. അപ്പോൾ അത് സ്വന്തമായ ഒരു വിപണനം നടത്താനുള്ള ഒരു ക്രമീകരണങ്ങൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കുറച്ച് ഇപ്പം മരുന്ന് തളിക്കുന്നത് തന്നെ ചില ആളുകൾ 30 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കൂടുമ്പോഴൊക്കെ തളിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ചേട്ടൻ വിളവെടുക്കുന്നതിന് തൊട്ട് പുറകെ വിളവെടുത്ത് കഴിഞ്ഞ് ഉടനെ മരുന്ന് തളിച്ച് പോകുന്നു എന്ന് പറഞ്ഞു. അത് അടുത്ത വിളവെടുപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ മരുന്ന് തളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഏലക്കായ്ക്ക് വിഷാംശം എന്തായാലും കുറവായിരിക്കും. ചിലപ്പോൾ ഒട്ടും ഇല്ലാതെ തന്നെ ആയിരിക്കും കായ ഉണങ്ങി കിട്ടുന്നത്. പക്ഷേ നേരെ മറിച്ച് ഈ മരുന്നുകളി കൂടുതൽ തളിക്കുന്ന ആളുകളുടെ ഏലക്ക പരിശോധിച്ചാൽ കൂടുതൽ വിഷാംശം കണ്ടെന്ന് വരാം. അപ്പോൾ അവരുടെ കായ ചിലപ്പോൾ ബോൾഡാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്ന് കരുതി അവരുടെ കായ്ക്ക് വില കൂടുതൽ കിട്ടുകയും നമ്മുടെ കായ്ക്ക് വില കുറഞ്ഞു പോകാനും ഒരുപക്ഷെ സാധ്യത ഉണ്ടാവാൻ ഒരു സാധ്യതയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ നോക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആരോഗ്യം മാത്രമല്ല നമ്മൾ നോക്കുന്നത്, മറ്റുള്ളവർ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരുടെ ഇതും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ ഈ മേടിച്ച് വിഷം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഒരു ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു ഗ്യാപ്പ് വെച്ച് ചെയ്യുന്നത്. എല്ലാവരും ഒക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഉള്ള ആളുകളുടെ കായ്ക്ക് കൂടുതൽ വില ശരിക്കും പറഞ്ഞാൽ ലഭിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സിസ്റ്റം, നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. അങ്ങനെയുള്ള ഏലക്കായൊക്കെ പരിശോധന ലാബുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പരിശോധിച്ച് ആ ഗുണമേന്മയുള്ള കായ്ക്ക് കൂടുതൽ വില ലഭിക്കത്തക്കവണ്ണമുള്ള സിസ്റ്റം അവലംബിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വില കിട്ടും. ഈ ഏലത്തിനും കുരുമുളകിനും ഏകദേശം മിനിമം ഒരു എത്ര രൂപ ആവറേജ് ലഭിച്ചു കഴിഞ്ഞാൽ ആദായകരമായിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഏലത്തിന് ഒരു തറവില ഒരു 1500 രൂപയെങ്കിലും ഒരു തറവില നിശ്ചയിച്ചാലേ നമുക്ക് ആദായകരമായിട്ട് മുന്നോട്ട് പോകണം. ഇന്നിപ്പോൾ ഏലം കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലവ് വെണ്ടമാനം കൂടി, നമ്മളടിക്കുന്ന പെസ്റ്റിസൈഡ്സിനൊക്കെ വെണ്ടമാനം റേറ്റ് കൂടി. അതുപോലെ തന്നെ വളത്തിൻ്റെയും നമുക്കറിയാം, വളത്തിൻ്റെയൊക്കെ വില ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ആ ഒരു കൂലിച്ചെലവ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 1500 രൂപയെങ്കിലും ഒരു തറവില ഏലത്തിന് കിട്ടിയാലേ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ കുരുമുളകിന് ഒരു 500 രൂപയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ കാലി വളർത്തലുണ്ടെന്ന് പറഞ്ഞല്ലോ, എത്ര കാലികളെ വളർത്തുന്നുണ്ട്? ഇപ്പം 10 പശുവിനെ വളർത്തുന്നുണ്ട്. ഒരു 120 ലിറ്ററോളം പാല് ഡെയിലി അളക്കുന്നുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് നമ്മൾ ഏതെല്ലാം ഇനം പശുക്കളെയാണ് വളർത്തുന്നത്? അതുപോലെ തന്നെ ഈ കറവയൊക്കെ കൈകൊണ്ടാണോ അതോ മെഷീൻ ഉപയോഗിച്ചാണോ ചെയ്യുന്നത്? ഇപ്പം വളർത്തുന്നത് HF ഉണ്ട്, പിന്നെ ജേഴ്സി ഇനത്തിൽ പെട്ടതുകൊണ്ട്, പിന്നെ വെച്ചൂരിൻ്റെ ഒരു പശുവുണ്ട്. വെച്ചൂരിൻ്റെ നമ്മൾ ഒരു പശുവുള്ളൂ, അത് നമ്മൾ പണ്ടുപോലെ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം കറവ ആളുകൾ ഉണ്ട്. അപ്പം ഈ നേപ്പാളിൽ നിന്ന് വരുന്ന ഫാമിലികളൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട്. അവരാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. പിന്നെ മെഷീനും ഉണ്ട്, മെഷീനും വെച്ച് കറക്കാം. 2 രീതിയിലും ചെയ്യാം. ഈ പാല് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? പാല് നമ്മൾ സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ക്ഷീരമേഖലയും പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പാലിന് നമ്മുടെ ചെലവിന് ആനുപാതികമായിട്ടുള്ള വില നമുക്ക് ലഭിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാലിന് വില കൂട്ടിയ സമയത്ത് 4 രൂപ കൂട്ടിയെങ്കിൽ പോലും ആ മാസം തന്നെ കാലിത്തീറ്റയുടെ വില 5 രൂപ അവർ കൂട്ടി. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കർഷകർക്ക് കിട്ടുന്നില്ല. അപ്പം ഈ കാലി വളർത്തലിനൊക്കെ ന്യായമായ സഹായങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് തന്നാലാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാലി വളർത്തൽ ഒത്തിരി ആളുകൾ അതിൽ നിന്നും പിന്നോക്കം പോയി നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നല്ല രീതിയിലുള്ള സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ മാത്രമാണ് കാലി വളർത്തലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ HF-ഉം അതുപോലെ ജേഴ്സി ഇനവും പരിപാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ കുറച്ചുകൂടി ഒന്ന് മെച്ചമായിട്ട് ചേട്ടൻ തോന്നിയിട്ടുള്ളത്? HF-നെ സംബന്ധിച്ച് പാൽ ഉൽപ്പാദനം കൂടുതലുള്ള വെറൈറ്റിയാണ്. ജേഴ്സി ആകുമ്പോൾ കുറച്ചും കൂടെ ഉൽപ്പാദനം കുറവുണ്ടെങ്കിലും പാലിന് കുറച്ചും കൂടെ കൊഴുപ്പ് കൂടുതലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരുവിധം നന്നായിട്ട് വില കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മളിങ്ങനെ കന്നുകാലികളെ പരിപാലിക്കുമ്പോൾ ഇതിനെ ബാധിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ചിലപ്പോൾ ഈ കാമ്പിന് പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ഈ ഹൈബ്രിഡ് പശുക്കളെയൊക്കെ സംബന്ധിച്ചൊക്കെ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്നാണ് ഇതിൻ്റെ അസുഖങ്ങൾ വരും. ഇപ്പോൾ തലേദിവസം വൈകുന്നേരം കറന്നിട്ട് വിട്ടിട്ട് രാത്രി പോലും നമുക്ക് വൈകുന്നേരമൊക്കെ തൊഴുത്തിലേക്ക് പോയി നോക്കുമ്പോൾ ഇതിന് പ്രശ്നം കാണത്തില്ല. പിറ്റേ ദിവസം രാവിലെ ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് നീര്
നീര് വെച്ച് കാമ്പിന് പ്രശ്നം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ അത് പ്രശ്നത്തിലോട്ട് പോകും. അങ്ങനെ അകിടുവീക്കമാണ് പ്രധാനമായിട്ട് വരുന്ന ഒരു സംഭവം. അകിടുവീക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് പാലുൽപാദനം കുറയും, ചിലപ്പോൾ ആ കാമ്പ് തന്നെ ഡാമേജായി പോകുന്നൊരു ഇതിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് വരുമ്പോൾ ഒത്തിരി നഷ്ടത്തിലോട്ട് വരും. അപ്പോൾ ഇത് സദാസമയം ശരിക്കും ജാഗരൂകമായിട്ട് തന്നെ എപ്പോഴും തന്നെ നമ്മൾ പണിക്കാരെ മാത്രം ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, നമ്മളും കൂടെ നിന്ന് എപ്പോഴും, ഞാനൊക്കെ എപ്പോഴും തൊഴുത്തിൽ പോയി എല്ലാത്തിൻ്റെയും അകിടും ഒക്കെ പരിശോധിച്ച് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി അപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എത്ര ഏക്കർ സ്ഥലമുണ്ട് മൊത്തം കൃഷി ചെയ്യുന്നത്? ഇപ്പം 3 ഏക്കർ സ്ഥലം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയൊക്കെ ആയിരുന്നു? ഏതുവരെ പഠിച്ചു? പഠനം ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെ ചെറിയ ക്ലാസ് മുതൽ ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഇവിടെ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പഠിക്കാനുള്ള സംവിധാനത്തിലോട്ട് പോയില്ല. പ്രീ ഡിഗ്രി കൊണ്ട് പഠനം നിർത്താനുള്ള കാരണം? പിന്നെ അങ്ങോട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഒന്ന് നമുക്ക് ഇവിടെ പഠന സൗകര്യങ്ങൾ കുറവായിരുന്നു. കോളേജുകളൊക്കെ ഇവിടെ യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്നു. കോളേജുകൾ അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ പഠിക്കാനൊക്കെ പോകണമെങ്കിൽ നമ്മൾ ലോ റേഞ്ചിലൊക്കെ പോകണമായിരുന്നു. അന്ന് അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയില്ല. ഇനി വീട്ടിലാരൊക്കെയുണ്ട്? അപ്പയുണ്ട്, മമ്മിയുണ്ട്, ഞാൻ, വൈഫ്, 3 കുട്ടികൾ. ഹൗസ് വൈഫ് തന്നെ, ഹേമ എന്നാണ് പേര്. കുട്ടികൾ 3 പേരും. മൂത്തയാൾ പെൺകുട്ടി MBA കഴിഞ്ഞു, ഇപ്പോൾ PwC കമ്പനിയിൽ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണ്, കാനഡയിൽ പഠിക്കുന്നു. മൂന്നാമത്തെ കുട്ടി ആൺകുട്ടി, ബേസിൽ, അവന് ഡിഗ്രിക്ക് പഠിക്കുന്നു കോതമംഗലത്ത്. രാവിലെ ഏത് സമയത്ത് മുതൽ ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തുടങ്ങും? അത് വൈകുന്നേരം എപ്പോൾ വരെ തുടരും? രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും എഴുന്നേക്കും. 5 മണിക്ക് എഴുന്നേറ്റ് 5:30 ആകുമ്പോഴത്തേനും പശുവിൻ്റെ കറവ ആരംഭിക്കും. പണിക്കാരുണ്ട്, അവർ കാര്യങ്ങളൊക്കെ ചെയ്യും. 5:30 ആരംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒരു 6 മണി ഒക്കെ ആകുമ്പോഴത്തേനും തീരും. തേനീച്ചയുടെ പരിപാലനമുണ്ട്. 10 തേനീച്ച പെട്ടിയുണ്ട്. തേനീച്ചയുടെ പരിപാലനമുണ്ട്. ഈ വർഷത്തെ ശാന്തമ്പാറ പഞ്ചായത്തിൽ മികച്ച തേനീച്ച കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഈ തേനീച്ച കൃഷി കൂടെ ഇതിന്റെ ഈ ഏലത്തിന്റെ ഇടയ്ക്കൂടെ തന്നെ ഉള്ളതുകൊണ്ട് കൂടുതൽ ഒത്തിരി വീര്യമുള്ള മരുന്നുകൾ തളിക്കുന്നത് കുറവാണ് അല്ലേ? വീര്യമുള്ള മരുന്നുകൾ തളിക്കാറില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഏലത്തിന് തേനീച്ച വഴിയാണല്ലോ ഇതിന്റെ പരാഗണങ്ങൾ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തേനീച്ച വഴിയുള്ള പരാഗണങ്ങൾ നടക്കുന്നതുകൊണ്ട് അതിൻ്റെതായ മെച്ചം നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കർഷകരെ സംബന്ധിച്ച് കർഷകർ ഇതിനകത്തൊക്കെ ഒരു ബോധവാന്മാരായി കൂടുതൽ തേനീച്ച കൃഷിയിലോട്ടൊക്കെ കടന്നു വരികയും അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പാദനം, നമുക്ക് ഏലത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഇപ്പം പഞ്ചായത്താണെങ്കിലും ഇടപെട്ട് തേൻ കൃഷിയിലോട്ട് കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പം ഫാം കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിക്കാനും അതോടൊപ്പം തന്നെ ഫാം ടൂറിസം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങളൂടെ ആലോചിച്ച് ചെയ്തു വരുന്ന എൻ്റെ ക്രമീകരണങ്ങളിലോട്ട് കടന്നിരിക്കുകയാണ് ഇപ്പോൾ. സ്പൈസസ് ബോർഡ്, അതുപോലെ KVK ശാന്തൻപാറ, കൃഷിഭവൻ, ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ, ഉപദേശങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. നമുക്ക് അത്യാവശ്യം ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട്. അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി യുവജനങ്ങളെയൊക്കെ ഈ കൃഷി പ്രവർത്തനങ്ങളിലേക്ക് അല്ലെ കാർഷിക വൃത്തിയിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് സർക്കാർ തലത്തിൽ നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവണമെന്നാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? ഇപ്പം യുവതലമുറ കൃഷിയെക്കുറിച്ച് വളരെ അറിവ് കുറവാണ്. ഇപ്പം എല്ലാവരും യുവതലമുറക്കാർ കൃഷി എന്താണെന്ന് അവർക്ക് അറിയില്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരെ കൃഷിയിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൃഷി മെച്ചമാണെന്നുള്ള ഒരു അവബോധം അവരിലോട്ട് വളർത്തുകയും കൃഷി നല്ലതാണെന്നുള്ള ഒരു അവബോധം അവരിലോട്ട് വളർത്തി കൊണ്ടുവന്ന് കൃഷി ചെയ്യാൻ താല്പര്യം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ യുവതലമുറ ഇപ്പം നമ്മൾക്ക് കാണാവുന്ന കേരളത്തിൽ നിന്ന് ഇപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ പുറത്തോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കൃഷി ഇല്ലാതെ നമുക്കിവിടെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കൃഷിയാണ് നമ്മുടെ മെയിൻ എന്നുള്ള ഒരു ചിന്ത ഈ യുവതലമുറയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ കൃഷി സംബന്ധിച്ച് ഇപ്പോൾ ഏലത്തിനെ സംബന്ധിച്ച് ഏലം കൃഷിയിൽ ഇപ്പോൾ നല്ല വിലയും ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നല്ല ആദായം കിട്ടുമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1 ഏക്കർ സ്ഥലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ യുവതലമുറ കൃഷിയിലോട്ട് ആകർഷിക്കപ്പെടും. അതുപോലെ തന്നെ കാലി വളർത്തൽ ഇപ്പം നമ്മൾ ഇപ്പോൾ തൊടുപുഴയിൽ വെള്ളിയാമ്പറ്റത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചും അവൻ്റെ ചേട്ടനും കൂടിയാണ് അവിടെ 22 പശുവിനെ വളർത്തി ഉപജീവനമാർഗം കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക്
നല്ല രീതിയിൽ നല്ല ഫോഷായിട്ട് ജീവിക്കാൻ പറ്റും. വേറെ ആരുടെയും അണ്ടറിൽ ജോലി ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ആ രീതിയിലോട്ട് യുവതലമുറയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആകർഷകമായിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കേണ്ടതുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. എല്ലാ കൃഷികളിലും ഇപ്പോൾ ഏലമാകട്ടെ, കുരുമുളകാകട്ടെ, തേനീച്ച കൃഷി ഒക്കെ പരമാവധി ജൈവികമായ രീതിയിൽ കൃഷി ചെയ്യുന്ന, അങ്ങനെ എല്ലാവരും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർഷകൻ, അതുപോലെ തന്നെ യുവജനങ്ങളെ കൂടുതൽ കൃഷിയിലേക്ക് ആകർഷിക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരു മനസ്സിന്റെ ഉടമയായിട്ടുള്ള പുത്തടിയിലെ സമ്മിശ്ര കർഷകനായിട്ടുള്ള ശ്രീ ബെന്നി ചെറിയാൻ മോളയിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. ശാന്തൻപാറയ്ക്കടുത്ത് പുത്തടിയിലെ സമ്മിശ്ര കർഷകനായ ബെന്നി ചെറിയാൻ മോളയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടു വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.